ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. സംസ്കാരവും നാഗരികതയും തമ്മിലുള്ള വ്യത്യാസം, അതായത് സിവിലൈസേഷൻ അഥവാ നാഗരികതയും കൾച്ചർ അഥവാ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. നമ്മൾ ഹാരപ്പൻ സംസ്കാരമെന്നും ഹാരപ്പൻ നാഗരികതയെന്നും, ഹാരപ്പൻ കൾച്ചർ എന്നും പറയാറുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും പറയാറുണ്ട്. എന്നാൽ ആർക്കിയോളജിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഈ രണ്ട് ടേംസും, അതായത് സിവിലൈസേഷൻ, കൾച്ചർ എന്നീ പറഞ്ഞ രണ്ട് ടേംസ് രണ്ട് അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതിൽ സിവിലൈസേഷൻ നോക്കുക, ദ പ്രോഗ്രസീവ് സ്റ്റെപ്പ് ഓഫ് ഓർ ദ പ്രോഗ്രസീവ് ഫേസ് ഓഫ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഗിവൺ ടെറിട്ടറി. ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്, മൊത്തത്തിലുള്ള വികാസത്തിൻ്റെ ഏറ്റവും പ്രോഗ്രസീവ് ഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഫേസിനെയാണ് നമ്മൾ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം കൾച്ചർ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് distinctive in styles that are usually found together within a specific geographical area and period of time. ഒരു പ്രത്യേക ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടോ ആ ഒരു സമയവുമായി ബന്ധപ്പെട്ടോ ഉള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം വസ്തുക്കൾ ദാറ്റ് വെയർ ഇൻ ഡിസ്റ്റിങ്റ്റീവ് ഇൻ സ്റ്റൈൽസ്, അവ വ്യത്യസ്ത സ്റ്റൈലുകളിൽപ്പെടുന്ന വസ്തുക്കളായിരിക്കാം. അതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കൾച്ചർ എന്ന പേരിൽ വിളിക്കുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്റ്റീവ് ഇൻ സ്റ്റൈൽസ് ദാറ്റ് ആർ യൂഷ്വലി ഫൗണ്ട് ടുഗദർ വിത്തിൻ എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഏരിയ ആൻഡ് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു പ്രത്യേക സമയവുമായിട്ട് ബന്ധപ്പെട്ടോ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ഒരു കൂട്ടം വസ്തുക്കളെയാണ് നമ്മൾ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വസ്തുക്കളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ഇൻ സ്റ്റൈൽ, അതായത് വ്യത്യസ്തമായ സ്റ്റൈലുകളുള്ള വസ്തുക്കളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹാരപ്പൻ കൾച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാരപ്പയിൽ നമുക്ക് ഒരുപാട് വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ്, ആ ഒരു പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ട് കിട്ടിയ സാധനങ്ങളാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് സീലുകൾ കിട്ടിയിട്ടുണ്ട്, എല്ലുകൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ അളവ് തൂക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടികകൾ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പല പല ഐറ്റം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? കൾച്ചർ എന്ന പേരിൽ വിളിക്കുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രത്യേകത ഒരു അർബൻ സിവിലൈസേഷൻ, നഗര കേന്ദ്രിതമായിട്ടുള്ളൊരു സിവിലൈസേഷൻ ആയിരുന്നു. പ്രധാനമായിട്ടും നോർത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം ഉണ്ടായിരുന്നത്. പഞ്ചാബ്, സിന്ധ്, ഹരിയാന, രാജസ്ഥാൻ, ബലൂചിസ്ഥാൻ, ഗുജറാത്ത്, വെസ്റ്റേൺ ഉത്തർപ്രദേശ് തുടങ്ങിയതാണ് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ സംസ്കാരം വ്യാപിച്ചിരുന്നതെന്ന് പറയാം. ദെൻ പഞ്ചാബ്, സിന്ധ്, ഹരിയാന, രാജസ്ഥാൻ, ബലൂചിസ്ഥാൻ, ഗുജറാത്ത്, ദെൻ വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ഈ പ്രദേശങ്ങളാണ് ഇതിൻ്റെ ഒരു കോർ ഏരിയ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറയാം. ഇത് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സം ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട സൈറ്റുകളാണ്. ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. ഹാരപ്പ സ്ഥിതി ചെയ്തത് മൗണ്ട് ഗോമറി ഡിസ്ട്രിക്റ്റ് ഓഫ് വെസ്റ്റേൺ പഞ്ചാബ്. വെസ്റ്റേൺ പഞ്ചാബിലെ മൗണ്ട് ഗോമറി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ റവി നദിയുടെ തീരത്താണ് ഇതുണ്ടായിരുന്നത്, ഹാരപ്പ ഉണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് സ്ഥലം എന്ന് പറയുന്നത് മോഹൻജദാരോയാണ്. ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ലർക്കാന ഡിസ്ട്രിക്റ്റ് ഓഫ് സിന്ധ്. സിന്ധിലെ ലർക്കാന എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഇൻഡസ് നദിയുടെ തീരത്തായിട്ടാണ് മോഹൻജദാരോ ഉണ്ടായിരുന്നത്. ഇനി കാലിബംഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ ഒരു സ്ഥലമാണ്. ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഡ്രൈ ബെഡ് ഓഫ് റിവർ ഘഗർ നദിയുടെ തീരങ്ങളിൽ, അല്ലെങ്കിൽ ഘഗർ നദിയുടെ ആ ഒരു ഡ്രൈ ബെഡിൽ അല്ലെങ്കിൽ അതിൻ്റെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇതുണ്ടായിരുന്നത്, കാലിബംഗൻ ഉണ്ടായിരുന്നത്. ഇനി ലോത്തൽ എന്ന് പറയുന്ന പ്രദേശം ഗുജറാത്തിലാണ്. ബൻവാലി ദാറ്റ് ഈസ് ഇൻ ഹരിയാന. ചൻഹുദാരോ ഇറ്റ് വാസ് ഇൻ സിന്ധ്. നമ്മുടെ മോഹൻജദാരോ പറയും പോലെ മോഹൻജദാരോ അത്ര പ്രാധാന്യത്തോടുകൂടി സിന്ധിലുണ്ടായിരുന്ന പ്രദേശമാണ് ചൻഹുദാരോ. ദെൻ ധോളവിര, അത് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ്. രാഗി കർഹി, റൂപാർ, ഗൻഡേലിവാല, സുക്തജണ്ട്, അമ്രി, ബാലക്കോട്ട്, കോട്തിജി, രംഗപൂർ, നാഗേശ്വർ തുടങ്ങിയ പ്രധാനപ്പെട്ട സൈറ്റുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റുകൾ ഹാരപ്പ, മോഹൻജദാരോ, കാലിബംഗൻ, ലോത്തൽ, ചൻഹുദാരോ, ധോളവിര തുടങ്ങിയ സൈറ്റുകളാണ്. നമ്മൾ ഹാരപ്പയുടെ സീലുകളെക്കുറിച്ച് പറയാം. ഹാരപ്പയുടെ സീലുകളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ റിമെയിൻസ്, അല്ലെങ്കിൽ കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ടൈമിൽ വരുന്ന സാധനമാണ് സീലുകൾ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഹാരപ്പയുടെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായൊരു ഐഡൻറ്റിറ്റി തരുന്ന, അല്ലെങ്കിൽ വ്യക്തമായൊരു ഐഡിയ തരുന്ന ഒരു സാധനം, അല്ലെങ്കിൽ സോഴ്സായിട്ട് നമുക്ക് സീലുകൾ ഉപയോഗിക്കാൻ പറ്റും. സീൽസ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റേറ്റ് ഓർ സോഫ്റ്റ് സ്റ്റോൺസ് കണ്ടെയ്ൻ മോട്ടീവ്സ് ഓഫ് അനിമൽസ് ആൻഡ് സയൻസ്. ഹാരപ്പയിലെ ഈ പറയുന്ന സീലുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറുമുള്ള സീലുകളും റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് സീലുകളാണ്. അതിനകത്ത് ഒന്നെങ്കിൽ മോട്ടീവ്സ് ഓഫ് അനിമലിൻ്റെ പടങ്ങളോ അല്ലെങ്കിൽ സയൻസോ ചിഹ്നങ്ങളോ ആണ് ഉണ്ടായിരുന്നതെന്ന് പറയാം. സോഫ്റ്റ് സ്റ്റോൺ അല്ലെങ്കിൽ സ്റ്റേറ്റേറ്റ് എന്ന് പറയുന്ന പ്രത്യേകതരം കല്ലുകളിലാണ് ഈ സീലുകൾ നിർമ്മിച്ചത്. കോമൺ ഫോം
ഇൻറ്റാഗ്ലിയോ സീൽസ് ഓർ എൻഗ്രേവ്ഡ്. ഈ സീലുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻഗ്രേവ്ഡ് ചെയ്ത അല്ലെങ്കിൽ ഇൻറ്റാഗ്ലിയോ എന്ന് പറഞ്ഞ ടൈപ്പിലുള്ള സീലുകളാണ്. ഇൻറ്റാഗ്ലിയോ സീലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പോലെ ക്യൂണിഫോം ലിപി അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ പറയുന്നുണ്ട് വെറ്റ് ടാബ്ലറ്റിനകത്ത് കൂർത്ത മുനയുള്ള മുളയോ അങ്ങനെയുള്ള വസ്തുക്കളോ കൊണ്ട് നമ്മൾ കോറ് വരയ്ക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ എൻഗ്രേവ് ചെയ്ത് അല്ലെങ്കിൽ കോറ് വരച്ചിട്ടുള്ള രീതിയിലാണ് സീലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മോർ ദാൻ 2000 സീൽസ് വെയർ ഡിസ്കവേർഡ്. നമുക്ക് ഏകദേശം 2000-ഓളം വരുന്ന സീലുകൾ ഇവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്പെസിമെൻ ഡിസ്കവേർഡ് ഇൻ 1853. ആദ്യമായിട്ട് കിട്ടിയ സീല് 1853-ലാണ്. ഈ സീലുകളിൽ നിന്നാണ് നമ്മൾ ഹാരപ്പയിലെ ലിപിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേറെ പുസ്തകങ്ങളോ അങ്ങനെയുള്ള റിമൈൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സീലുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കോറ് വരച്ചിരിക്കുന്ന സയൻസ് വെച്ചിട്ട് അവരുടെ ലാംഗ്വേജ് എന്താണെന്ന് അല്ലെങ്കിൽ അവരുടെ ഭാഷയോ ലിപിയോ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റിക്കവേർഡ് ഇൻ 1923. 1923-ലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്ക് റിക്കവർ ചെയ്തെടുത്തത് ഫ്രം ദി ലാർജ് നമ്പർ ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ധാരാളം ഇൻസ്ക്രിപ്ഷൻസിനകത്തുനിന്ന് ധാരാളം സീലുകൾക്കകത്തുനിന്നും പൂർണ്ണമായ ഒരു രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടുന്നത് 1923-ലാണ്. റൈറ്റിങ്സ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വലതു നിന്ന് ഇടതേക്ക് ഇടുന്ന രീതിയാണ് അവർ ഫോളോ ചെയ്തത്. ബട്ട് നോട്ട് ഡിസ്പേർഡ് സക്സസ്ഫുള്ളി. പൂർണ്ണമായിട്ടും ആ ലിപിയെ വായിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഹിസ്റ്റോറിയൻസിന് പലതര അഭിപ്രായങ്ങളാണ് ലിപികളെക്കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ആ ഭാഷയെക്കുറിച്ചുള്ളത്. കുറച്ച് ആൾക്കാർ പറയുന്നത് ദ്രവീഡിയൻ ലാംഗ്വേജസ് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ദ്രവീഡിയൻ ലാംഗ്വേജുമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്ത് വായിക്കുന്നത്. കുറേ ആൾക്കാർ പറയുന്നത് സാൻസ്ക്രിറ്റിൻ്റെ വേറൊരു വകഭേദമായിട്ട് പറയുന്നുണ്ട്. അതായത് കിട്ടിയ ആ ഒരു ലിപിയെ മാക്സിമം ദ്രവീഡിയൻ ലാംഗ്വേജുമായിട്ടും സാൻസ്ക്രിറ്റുമായിട്ടും പിന്നെ കുറേ ആൾക്കാർ സുമേറിയൻ ലാംഗ്വേജുമായിട്ടൊക്കെ അതിനെ കോർത്തിണക്കി വായിക്കാൻ ശ്രമിച്ചു. പക്ഷേ പൂർണ്ണമായിട്ടും വായിച്ചെടുക്കാൻ ആൾക്ക് സാധിച്ചിട്ടില്ല. പ്രധാനമായിട്ടുള്ള ഹിസ്റ്റോറിയൻസ്, ഇതിനെക്കുറിച്ച് പഠിച്ച പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസാണ് ഒന്ന് അസ്കോ പർപോള, രണ്ട് ജോൺ മാർഷൽ, മൂന്നാമത്തെ ആൾ SR റാവു, നാലാമത്തെ ആൾ ഐരാവത മഹാദേവൻ. ഐരാവത മഹാദേവൻ എന്ന് വെച്ചിട്ടുള്ള ഹ്യോസെ കേരളൈറ്റ്. അദ്ദേഹം ഒരു കേരളത്തിൽ നിന്ന് വന്ന കേരളത്തിലുള്ളൊരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഇതിനെ സക്സസ്ഫുള്ളി വായിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നാലും ഈ അസ്കോ പർപോള, മാർഷൽ, SR റാവു, ഐരാവത മഹാദേവൻ തുടങ്ങിയ ആൾക്കാരാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന സ്ക്രിപ്റ്റുകളെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ച ആൾക്കാരെന്ന് പറയാം. ഇനി നമ്മൾ ഏർലി ആർക്കിയോളജിക്കൽ കൾച്ചർ, അതായത് മെച്ചുർ ഹാരപ്പൻ അല്ലെങ്കിൽ ഹാരപ്പൻ കൾച്ചറിന് മുൻപുണ്ടായിരുന്ന ആ ഒരു കൾച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദെർ വെയർ സെവറൽ ആർക്കിയോളജിക്കൽ കൾച്ചേഴ്സ് ഇൻ ദ റീജിയൻ പ്രയർ ടു ദ മെച്ചുർ ഹാരപ്പൻ. മെച്ചുർ ഹാരപ്പൻ കാലഘട്ടത്തിന് മുമ്പ് ഹാരപ്പയിലെ പലതരത്തിലുള്ള ആർക്കിയോളജിക്കൽ കൾച്ചേഴ്സ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ദീസ് കൾച്ചേഴ്സ് വേസ് അസോസിയേറ്റ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റീവ് പോട്രി, എവിഡൻസ് ഓഫ് അഗ്രികൾച്ചറൽ പാസ്റ്ററലിസം ആൻഡ് സം ക്രാഫ്റ്റ്. ഈ കൾച്ചറെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ അവരുടെ ഡിസ്റ്റിങ്ക്റ്റീവ് പോട്രി, അവരുടെ പ്രത്യേകതരം പോട്രിയുമായിട്ട്, അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണവും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിഡൻസ് ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയുടെ എവിഡൻസ്, ദെൻ പാസ്റ്ററലിസം ആൻഡ് സം ക്രാഫ്റ്റ്, കന്നുകാലി വളർത്തലുണ്ടെങ്കിൽ മറ്റുള്ള കൈത്തൊഴിലുകളായിട്ട് ഇവർ ജീവിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയാം. ദ സെറ്റിൽമെൻറ്റ്സ് വെയർ സ്മോൾ ഇൻ സൈസ് ആൻഡ് ഹാഡ് നോ ലാർജ് ബിൽഡിംഗ്. അവരുടെ സെറ്റിൽമെൻറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളായിരുന്നു, ലാർജ് ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അതായത് ഒരു അർബണൈസ്ഡ് സെൻറ്റർ ആയിരുന്നില്ല എന്ന് പറയാം. ഇനി മെച്ചുർ ഹാരപ്പൻ കൾച്ചർ ഡെവലപ്ഡ് ഇൻ സം ഓഫ് ദീസ് ഏരിയാസ് ഒക്കുപ്പൈഡ് ബൈ ഏർലി ഹാരപ്പൻ കൾച്ചർ. ഈ പറഞ്ഞ ഏർലി ഹാരപ്പൻ കൾച്ചർ ഏർലി ഹാരപ്പൻ കൾച്ചർ ഡെവലപ്പ് ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ, ഈ ഏർലി ഹാരപ്പൻ കൾച്ചർ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലാണ് ആ ചില പ്രദേശങ്ങൾ മെച്ചുർ ഹാരപ്പൻ കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ പ്രദേശങ്ങളിൽ തന്നെ ഏർലി ഹാരപ്പൻ കൾച്ചറും മെച്ചുർ ഹാരപ്പൻ കൾച്ചറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദീസ് കൾച്ചേഴ്സ് ഷെയർഡ് സം കോമൺ എലമെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൾച്ചറുകളും, ഏർലി ഹാരപ്പൻ കൾച്ചറും മെച്ചുർ ഹാരപ്പൻ കൾച്ചറും, ഈ ചില പ്രദേശങ്ങളിൽ ഒരു കോമൺ എലിമെൻറ്റ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരേപോലെയുള്ള എലമെൻറ്റ്സിനെ കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. നമ്മളീ പറഞ്ഞ ഒരു ഏർലി ഹാരപ്പൻ കൾച്ചറിലുണ്ടായിരുന്ന ഒരു പോട്ടറിയെ നമ്മൾ വിളിക്കുന്നത് കാച്ചി ബെക്ക് പോട്ടറി എന്നാണ്. KHI കാച്ചി ബെക്ക് പോട്ടറി. അതായത് നമ്മൾ ഈ പറയുന്ന ഹാരപ്പൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഏർലി ഹാരപ്പനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പോട്ടറിയിൽ നിന്നാണ്, അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണത്തിൻ്റെ കളറ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്, അതിന് കാലപ്പഴക്കം തുടങ്ങി വെച്ചിട്ടാണ് നമ്മൾ ആ കൾച്ചറുകളുടെ കാലപ്പഴക്കത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പോട്ടറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി നമ്മൾ ഹാരപ്പയിലേക്ക് വരാം. സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ പ്രധാനപ്പെട്ട സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജി, നിലനിൽപ്പിന് വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്. ഒന്ന് വേട്ടയാടലും പിന്നെ ഈ പറഞ്ഞ ശേഖരിക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ കൾട്ടിവേഷൻ, കൃഷി ഉണ്ടായിരുന്നു. പാസ്റ്ററലിസം അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുന്നുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ, സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു.
പീപ്പിൾ റിലേഡ് ഓൺ മെനി പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ജനങ്ങൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ചെടികളെയോ അല്ലെങ്കിൽ അനിമൽസിനെയൊക്കെയാണ്. ഫിഷിംഗ് ആൻഡ് അഗ്രികൾച്ചർ ഫോർ ദെയർ ഫുഡ്. അതോടൊപ്പം തന്നെ ഫിഷിങ്, അഗ്രികൾച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ ഫുഡിനകത്ത് ഉൾപ്പെട്ടിരുന്നു എന്ന് പറയാം. ദെയർ ആർ എവിഡൻസ് ഓഫ് ബോൺസ് ഓഫ് അനിമൽസ് വിച്ച് പ്രൂവ് ദാറ്റ് പീപ്പിൾ കൺസ്യൂംഡ് മീറ്റ്. നമുക്ക് അവിടുന്ന് പലതരത്തിലുള്ള മൃഗങ്ങളുടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ ബോൺസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? ജനങ്ങൾ ദേ കൺസ്യൂംഡ് മീറ്റ്. അവർ വെജിറ്റേറിയനിലായിരുന്നു. അവർ ഒരു വെജിറ്റേറിയൻ ഹാബിറ്റുള്ള ആൾക്കാരല്ല, നോൺ വെജിറ്റേറിയൻ ഹാബിറ്റുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് പ്ലാന്റ്സിനെയും അനിമൽസിനെയും പിന്നെ അതോടൊപ്പം തന്നെ ഫിഷിങ്, അഗ്രികൾച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അവിടെ നിന്ന് അനിമൽസിൻ്റെ ബോൺസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ടെറാക്കോട്ട മോഡൽസ് ഓഫ് ഓക്സൻ, പ്ലോ എക്സെട്ര ഷോ ദാറ്റ് പീപ്പിൾ റിലേഡ് ഓൺ അഗ്രികൾച്ചർ ടു. അവിടുത്തെ ആൾക്കാർ കൃഷിയെ അല്ലെങ്കിൽ ഈ പറയുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്നത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ടെറാക്കോട്ട മോഡൽസ് ഓഫ് ഓക്സൻ, അതായത് കാളയുടെ ടെറാക്കോട്ട മോഡൽസ്, കളിമണ്ണുണ്ടാക്കിയ രൂപങ്ങൾ, പിന്നെ പ്ലോ അതായത് കലപ്പയുടെ രൂപങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാർ കൃഷിയുമായിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്നു അല്ലെങ്കിൽ അവർ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ഹാരപ്പൻസ് നോക്കില്ല. ഹാരപ്പൻ കൾച്ചറിൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ്സ് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാരപ്പയിൽ ദേ ടു വൈഡ് റേഞ്ച് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് ഫിഷ്. മത്സ്യമടക്കം ധാരാളം അനിമൽ പ്രോഡക്ട്സ്, മത്സ്യവും അതിനോടൊപ്പം തന്നെ അനിമൽ പ്രോഡക്ട്സ്, പ്ലാന്റ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു. അതായത് സസ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളും സസ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവർ ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇൻക്ലൂഡിങ് ഫിഷ്, അതിനകത്ത് ഫിഷ് ഉൾപ്പെടുന്നുണ്ട്, മീറ്റ് ഉൾപ്പെടുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള ഐറ്റംസ് വരുന്നുണ്ട്. ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് ഗ്രെയിൻ ലൈക്ക് വീറ്റ്, ബാർലി, ലെൻറ്റിൽസ്, ചിക്പി, സീസം ഫ്രം സൈറ്റ്സ്. ഈ സൈറ്റുകളിൽ നിന്ന് ആർക്കിയോളജിസ്റ്റിന് ധാരാളമായിട്ടുള്ള അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഗ്രെയിൻസിലേക്ക് വീറ്റ്, ഗോതമ്പുണ്ട്, ബാർലിയുണ്ട്, ലെൻറ്റിൽസ്, പിന്നെ ചിക്പി, വെള്ളക്കടലയുണ്ട്, സീസം പയറുവർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻ ഗുജറാത്ത് മില്ലറ്റ്സ് ഹാവ് ബീൻ ഫൗണ്ട്. അതിൽ തിന അല്ലെങ്കിൽ ചോളം എന്ന് പറയുന്ന സാധനം ധാരാളമായിട്ട് എവിടെ നിന്ന്? ഗുജറാത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്യുക. ഗുജറാത്തിൽ നിന്നാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നൊരു സാധനം കണ്ടെത്തില്ല. മില്ലറ്റ് അല്ലെങ്കിൽ തിന എന്ന് പറയുന്ന, തിന അല്ലെങ്കിൽ ചോളം എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതലായിട്ട് കണ്ടെത്തിയത് ഗുജറാത്തിലെ സൈറ്റുകളിൽ നിന്നാണ്. ഇനി റൈസ് അല്ലെങ്കിൽ അരി വളരെ പോപ്പുലർ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഹാരപ്പ, മോഹൻജാദാരോ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന സാധനം കിട്ടിയിട്ടില്ല, അരിയുടെ അവശിഷ്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ലോത്തൽ, രംഗപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റൈസ് ഹസ്ക്, തവിടിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഈ അരി ഉപയോഗിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ദെൻ ബോൺസ് ഓഫ് ക്യാറ്റിൽ, കന്നുകാലികളുടെ ബോൺസ്, എല്ലുകൾ, ഫിഷിൻ്റെ എല്ലുകൾ, പിന്നെ ബോൾ, എ ടൈപ്പ് ഓഫ് ബേർഡ്, ഒരു ടൈപ്പ് കിളിയാണ് നമ്മൾ ഫോളോ എന്ന് വിളിക്കുന്നത്. ആ ടൈപ്പ് കിളിയുടെ എല്ലുകൾ, ഷീപ്പ്, ചെമ്മരിയാടുണ്ട്, ഗോട്ട്, ആട്, ബഫല്ലോ, പിഗ്, ബിയർ തുടങ്ങിയ ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവയുടെയൊക്കെ ബോൺസ് നമുക്ക് ഇവിടെ നിന്ന് ഹാരപ്പൻ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദീസ് അനിമൽസ് വെയർ എയ്തർ ഡൊമസ്റ്റിക്കേറ്റ് ഓർ ഹണ്ടഡ് ബൈ ദ ഹാരപ്പൻസ്. ഇതിൽ കുറേ ജീവികൾ വന്യജീവികളും കുറേ ജീവികൾ നമ്മൾ ഇണക്കി വളർത്തുന്നതാണ്. ഇപ്പോൾ ഹാരപ്പയിലെ ആൾക്കാർ കുറേ ജീവികളെ ഇണക്കി വളർത്തുകയും കുറേ ജീവികളെ വേട്ടയാടി പിടിച്ചതുമായിട്ട് ആയിരിക്കാമെന്ന് നമ്മൾ ഊഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അഗ്രികൾച്ചർ ടെക്നോളജീസിലേക്ക് പോവുകയാണ്. ഹാരപ്പയുടെ അഗ്രികൾച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ഹാരപ്പൻസ്. ഹാരപ്പൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീകൺസ്ട്രക്ട് ആക്ച്വൽ അഗ്രികൾച്ചർ പ്രാക്ടീസസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഹാരപ്പൻ. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും ഹാരപ്പയിലെ അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ട്രേസ് ഔട്ട് ചെയ്യാനോ സാധിച്ചിട്ടില്ല. ദ പ്രിലവൻസ് ഓഫ് അഗ്രികൾച്ചർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഫൈൻഡ്സ് ഓഫ് ഗ്രെയിൻസ്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഗ്രെയിൻസിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ധാന്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഹാരപ്പയിൽ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. ടെറാക്കോട്ട സ്കൾപ്ചേഴ്സ് ഓഫ് ബുൾ ആൻഡ് ദ റെപ്രസെൻറ്റേഷൻ ഓൺ ദ സീൽസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ബുൾ വാസ് നോട്ട് ദം. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് ടെറാക്കോട്ടയിൽ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കന്നുകാലികളുടെ രൂപങ്ങളും പിന്നെ ഈ കന്നുകാലികളെ തന്നെ നമ്മളവിടെ ഈ പറയുന്ന സീലുകളിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ടെറാക്കോട്ട ഫിഗേഴ്സും അതോടൊപ്പം തന്നെ സീലുകളിലെ കന്നുകാലികളെയും കണ്ടിട്ടാണ് നമുക്ക് ബുൾ വാസ് നോൺ ടു ദം, ബുൾ അല്ലെങ്കിൽ കാളയെ അവർക്ക് അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും കാളയെ ഉപയോഗിച്ചവർ കൃഷി ചെയ്തിരുന്നതായിട്ട് നമ്മൾ ഒരു ഗസ്സിൽ എത്തിച്ചേരുന്നത്. ആർക്കിയോളജിസ്റ്റ് ഹാവ് ഓൾസോ ഫോൺ ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലോ അറ്റ് ദ സൈറ്റ് ഓഫ് ചോലിസ്ഥാൻ ആൻഡ് ബെൻവാലി. ആർക്കിയോളജിസ്റ്റുകൾ ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലോ, അതായത് കലപ്പയുടെ ടെറാക്കോട്ട മോഡൽസിനെ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്? ചോലിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ബെനവാലി എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പ്ലോ അല്ലെങ്കിൽ കലപ്പ എന്ന് പറയുന്നതിൻ്റെ ടെറാക്കോട്ട മോഡൽസ്, കളിമണ്ണുണ്ടാക്കിയ മോഡൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അതും കൃഷിയിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാനപ്പെട്ട സോഴ്സാണെന്ന് പറയാം. ഇനി എവിഡൻസ് ഓഫ് എ പ്ലോഡ് ഫീൽഡ് അസോസിയേറ്റ് വിത്ത് എർലി ഹാരപ്പൻ ലെവൽസ് ഹാവ് ഓൾസോ ഫൗണ്ട് അറ്റ് കാലിബംഗൻ. നമ്മുടെ രാജസ്ഥാനിലെ കാലിബംഗനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലൗഡ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുതുമറിച്ച ഒരു പാടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃഷി അവിടെ ചെയ്തിരുന്നു മനസ്സിലാക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട സോഴ്സാണ് ഈ പറയുന്ന പ്ലൗഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ദ ഫീൽഡ് ഹാഡ് 2 സെറ്റ് ഓഫ് ഫറോസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഓരോന്നും റൈറ്റ് ആംഗിൾസിലേക്ക് തിരിഞ്ഞിട്ടാണ് 2 സെറ്റ് ഓഫ് ഫറോസ്, 2 തരത്തിലുള്ള ഉഴവുചാലുകൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ദാറ്റ് സജസ്റ്റിംഗ് 2 ഡിഫറെൻറ്റ് ക്രോപ്സ് വെയർ ഗ്രോൺ ടുഗദർ. അത് കാണിക്കുന്ന 2 വ്യത്യസ്ത തരത്തിലുള്ള വിളകൾ ഒരേ സമയം കൃഷി ചെയ്തിരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then most of the Harappan sites were located in the semi-arid region, so to enhance agriculture produce they needed facilities of irrigation. അപ്പോൾ ഹാരപ്പൻ സൈറ്റുകളിലെ കുറേ ഭാഗങ്ങൾ മാത്രമേ നമ്മളീ പറഞ്ഞ നദീതടങ്ങളിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെമി ആരിഡ് റീജിയൻസ്, വെള്ളമൊന്നും വലുതായിട്ടില്ലാത്ത പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വെള്ളം കുറവുള്ള പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു. സോ ടു എൻഹാൻസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ദേ നീഡഡ് ഫെസിലിറ്റീസ് ഓഫ് ഇറിഗേഷൻ. അവർക്ക് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇറിഗേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ട്രേസ് ഓഫ് കനാൽസ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ദ ഹാരപ്പൻ സൈറ്റ് ഓഫ് ഷോർട്ടുഗൈ ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുഗൈ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു കനാലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന ഇറിഗേഷൻ ഫെസിലിറ്റി നമ്മൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് പറയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ സഹായിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ ലൈക്ലി ദാറ്റ് വാട്ടർ വാസ് ഡ്രോൺ ഫ്രം വെൽസ് വാസ് യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഹാരപ്പയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാര സൈറ്റുകളിലുണ്ടായിരുന്ന വെൽസ് എന്ന് വെച്ചാൽ കിണറുകളിൽ നിന്നുള്ള വെള്ളവും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് പറയാം. ബിസൈഡ്സ് വാട്ടർ റിസർവോയേഴ്സ് ഫൗണ്ട് ഇൻ ധോളവിര ഗുജറാത്ത് മേ ഹാവ് ബീൻ യൂസ്ഡ് ടു സ്റ്റോർ വാട്ടർ ഫോർ അഗ്രികൾച്ചർ. ധോളവിൽ നിന്ന് കണ്ടെത്തിയ റിസർവോയേഴ്സ് അല്ലെങ്കിൽ വലിയ ടാങ്കുകൾ അല്ലെങ്കിൽ ജലസംഭരണികളും ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതായത് അവിടെ വെള്ളം, കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിനെ ശേഖരിക്കാനായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന വാട്ടർ റിസർവോയേഴ്സ് ഉപയോഗിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രോസസ്സിംഗ് ഓഫ് ഫുഡ് റിക്വയർഡ് ഗ്രൈൻഡിങ് എക്യുപ്മെൻറ്റ്സ് ആസ് വെൽ ആസ് വെസൽസ് ഫോർ മിക്സിംഗ്, ബ്ലെൻഡിങ് ആൻഡ് കുക്കിംഗ്. അതിനോടൊപ്പം തന്നെ ആഹാരം പാചകം ചെയ്യാനായിട്ടുള്ള വെസൽസും പിന്നെ അത് മിക്സ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രൈൻഡിങ് എക്യുപ്മെൻറ്റ്, അതായത് ഈ സാധനങ്ങൾ പൊടിക്കാനും എടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നു. ദീസ് എക്യുപ്മെൻറ്റ്സ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, മെറ്റൽ ആൻഡ് ടെറാക്കോട്ട. പ്രധാനമായിട്ടും പാത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ കല്ലുകളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് ഒന്നെങ്കിൽ സ്റ്റോൺസ്, അതല്ലെങ്കിൽ മെറ്റൽസ്, അല്ലെങ്കിൽ ടെറാക്കോട്ട. ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും അവിടുത്തെ പാത്രങ്ങളും പിന്നെ ഗ്രൈൻഡിങ് എക്യുപ്മെൻ്റ് എന്ന് വെച്ചാൽ ഇടിക്കാനും പൊടിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനും, പിന്നെ വെസൽസ് ആഹാരം കഴിക്കാനും മിക്സ് ചെയ്യാനും പാചകത്തിനും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവരൊന്നെങ്കിൽ സ്റ്റോൺ കല്ലുകൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ മെറ്റൽസ് വെങ്കലം പോലുള്ള മെറ്റൽസ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ടെറാക്കോട്ട കളിമണ്ണ് ഉണ്ടാക്കിയ സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ദെൻ നമ്മളിന്ന് നോക്കുന്നത് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് മോഹൻജദാരോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റുകളിൽ ഒന്ന് ഹാരപ്പയും 2 മോഹൻജദാരോയാണെന്ന് പറഞ്ഞു. അതിൽ ഹാരപ്പ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റാണ്. പക്ഷേ അതിൻ്റെ റിമൈൻസ് നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിച്ചില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരുപാട് അവിടുത്തെ റിമൈൻസിൻ്റെ ഭൂരിഭാഗം സാധനങ്ങളും ബ്രിക്സും കാര്യങ്ങളും എല്ലാം റെയിൽവേ വർക്കിനിടയിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിയറായിട്ട് കിട്ടിയിട്ടുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് മോഹൻജദാരോയാണ്. മോഹൻജദാരോയെക്കുറിച്ച് നോക്കാം. ദ മോസ്റ്റ് സ്പെക്ടാക്കുലർ പാർട്ട് ഓഫ് ഹാരപ്പൻ സ്ട്രക്ചർ ഈസ് ദ ലാർജ് സ്കെയിൽ ടൗൺ ലേ ഔട്ട്. നമുക്ക് ഈ പറയുന്ന എല്ലാ ഹാരപ്പൻ സൈറ്റിലും, ചില സൈറ്റുകൾ വെച്ച് ബാക്കി എല്ലാ ഹാരപ്പൻ സൈറ്റുകളിലും വ്യക്തമായൊരു ടൗൺ ലേ ഔട്ട് കാണാൻ പറ്റും. ടൗൺ ലേ ഔട്ട് എന്ന് വെച്ചാൽ നഗരം വ്യക്തമായൊരു ലേ ഔട്ടിൽ അല്ലെങ്കിൽ ഒരു നഗരത്തിന് ക്ലിയർ ആയിട്ടൊരു നഗരാസൂത്രണം കാണാനായിട്ട് സാധിക്കും. ദ സിറ്റി ഓഫ് മോഹൻജദാരോ വാസ് എ പ്ലാൻഡ് അർബൻ സെൻറ്റർ. മോഹൻജദാരോ എന്ന് വെച്ചാൽ ഒരു പ്ലാൻഡ് അർബൻ സെൻറ്റർ ആയിരുന്നു, ഒരു പ്ലാൻ ചെയ്ത് നിർമ്മിച്ച ഒരു നഗരമായിരുന്നു. ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് ദ മൗണ്ട് ഓഫ് ഡെഡ്. ഇതിനെ മരിച്ചവരുടെ കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ R.D. ബാനർജി ഇൻ 1922. 1922 R.D. ബാനർജിയാണ് മോഹൻജദാരോ കണ്ടെത്തിയത്. ഓൾമോസ്റ്റ് ഓൾ സിറ്റീസ് എക്സെപ്റ്റ് ചൻഹുദാരോ വെയർ ഡിവൈഡഡ് ഇൻ 2 halves, ദാറ്റ് ഈസ് ദ സിറ്റാഡൽ ആൻഡ് ദ ലോവർ സിറ്റി. ചൻഹുദാരോ ഒഴികെ ബാക്കിയുള്ള എല്ലാ നഗരങ്ങളെയും നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. സിറ്റാഡൽ എന്നും ലോവർ ടൗൺ. സിറ്റാഡൽ മീൻസ് കോട്ടയെന്നും, ദെൻ ലോവർ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോട്ട കെട്ടി തിരിക്കാത്ത പ്രദേശം എന്ന് 2ആയിട്ട് തിരിക്കാൻ സാധിക്കും. സിറ്റാഡൽ നോക്കുക. ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ എ മഡ് ബ്രിക്ക് പ്ലാറ്റ്ഫോം. ഒരു മഡ് ബ്രിക്ക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് മണ്ണൊക്കെ ഇട്ട് പൊക്കിയ ഒരു പ്ലാറ്റ്ഫോമിലാണ് സിറ്റാഡൽ നിർമ്മിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ പാർട്സ് ഓഫ് ദ സിറ്റിയിലെ വെസ്റ്റേൺ സൈഡാണ്. സ്മാളർ ബട്ട് ഹയർ. സൈസിൽ ചെറുതാണെങ്കിലും നല്ല ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് വാൾഡ് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ ലോവർ ടൗൺ. ലോവർ ടൗണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇത് വാൾഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്.
Citadel was probably used for special public purposes, ലാർജ് ബിൽഡിങ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ്. അതായത് സിറ്റാഡിൽ പ്രധാനമായിട്ടും സ്പെഷ്യൽ പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിച്ച പ്രദേശങ്ങളാകാമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ലാർജ് ബിൽഡിങ്സ് എല്ലാം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? സിറ്റാഡലിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ മഡ് ബ്രിക്ക് പ്ലാറ്റ്ഫോം. ഇത് മഡ് എന്ന് വെച്ചാൽ ചെളി കൊണ്ടുള്ള ബ്രിക്സ്, അതായത് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ പ്ലാറ്റ്ഫോമുകളുടെ മുകളിലായിട്ടാണ് നമുക്ക് ഇത് സിറ്റാഡിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കുറച്ചുകൂടെ ഹൈറ്റുള്ള പ്രദേശത്താണ് ഇത് കെട്ടിയിരിക്കുന്നതെന്ന് പറയാം. ബിൽറ്റ് ഓൺ മഡ് ബ്രിക്ക് പ്ലാറ്റ്ഫോം. ദെൻ വെസ്റ്റേൺ പാർട്സ് ഓഫ് ദ സിറ്റിയുടെ വെസ്റ്റേൺ പാർട്ടിലാണ് നമ്മൾ സിറ്റാഡിൽ എന്ന് വിളിക്കുന്നത്. ദെൻ സ്മാളർ ബട്ട് ഹൈഡ്. ഇതിൻ്റെ സൈസ് ചെറുതാണെങ്കിലും നല്ല ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. ഇറ്റ് വാസ് വാൾഡ് ആൻഡ് സെപ്പറേറ്റഡ്. ഇത് ചുറ്റുമതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി യൂസ്ഡ് ഫോർ സ്പെഷ്യൽ പബ്ലിക് പർപ്പസസ്. ചില പ്രത്യേക പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പ്രദേശം ഉപയോഗിച്ചത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാർ താമസിച്ച പ്രദേശങ്ങളോ രാജാക്കന്മാരുടെ പ്രദേശങ്ങളോ ഒക്കെ ഇതിനകത്ത് ആയിരിക്കാം. പ്രധാനമായിട്ടും ഈ സിറ്റാഡിൽ, മോഹൻജാർ സിറ്റാഡലിൽ നിന്നാണ് ഗ്രേറ്റ് ഗ്രാനറീസ്, പിന്നെ ഈ പറയുന്ന സ്നാനഘട്ടം എന്ന് പറയുന്ന ഒരു കുളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ലാർജ് ബിൽഡിങ്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്നാണ് ഇതിനകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്.